അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആമുഖങ്ങളൊന്നുമില്ലാതെ ആദ്യം എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഒരുവിധം ആളുകളൊക്കെ എന്നെ കണ്ടിട്ടും അറിഞ്ഞിട്ടും കേട്ടിട്ടുണ്ടാവും. നൗഷാദ് ഹസനിയുടെ കൂടെ 5-6 വർഷത്തോളമായി ഞാൻ ഖാദിമും ഡ്രൈവറും മറ്റുമായി ഏകദേശം ഒരു ദിവസത്തിന്റെ മുഴുവൻ സമയവും എന്ന് പറയാം ഉസ്താദിന്റെ ഒരു തണലായിക്കൊണ്ട് ഞാൻ ഇതുവരെയും ഉസ്താദിന്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോ ഇങ്ങനെ ഒന്ന് പറയേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ സാന്ദർഭോചിതമായി പറയൽ അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വിവാദങ്ങളും മറ്റു ചർച്ചകളും ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എല്ലാം ഉസ്താദിന്റെ കൂടെ മിക്ക സ്ഥലങ്ങളിലും കൂടെ പോയി ഒരുവിധം ചർച്ചകളിലെല്ലാം പങ്കെടുത്ത് നിന്നിരുന്നവനാണ് ഞാൻ. ഇപ്പോഴിവിടെ ഞാൻ സംസാരിക്കാനുള്ള ഒരു കാരണം, കഴിഞ്ഞ നവംബർ 21 വ്യാഴാഴ്ച രാത്രി മലപ്പുറം സുന്നി മഹല്ലിൽ വെച്ച് അതിന്റെ മുകളിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ എന്റെ ഉസ്താദിന്റെ ഒരു പ്രഭാഷണം, ആ പ്രഭാഷണത്തെ നിഷേധിച്ചുകൊണ്ട് ഉസ്താദ് ഇപ്പോൾ പുതുതായി ഒരു വീഡിയോ എല്ലായിടത്തും എത്തുന്നത്, അതേപോലെ പിന്നെ യൂട്യൂബിലും മറ്റും എത്തിയത് കാണാനിടയായി. ഇങ്ങനെ ഒരു നടത്തിയ പ്രഭാഷണം അത് കളവാണ് അല്ലെങ്കിൽ അങ്ങനെ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയൽ അനിവാര്യമാണല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാനിവിടെ ഇതെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോവുകയും ചർച്ച നടത്തുകയും എല്ലാം ചെയ്തു. പിന്നീട് ഉസ്താദ് തന്നെ ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കാനിടയായി മുഹമ്മദ് രാമന്തളിയും ജിഷാനുമെല്ലാം ഉസ്താദിനെ നിർബന്ധിക്കുകയും ഈ സമസ്യയാകുന്ന ഒരു പടുകുഴിയിലേക്ക് വീഴ്ത്തുകയും ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കാനിടയായി. സത്യത്തിൽ ഉസ്താദ് തന്നെ സ്വന്തം തീരുമാനമെടുത്ത്, ഉസ്താദ് തന്നെ മുൻകൈയെടുത്ത് ഈ ചർച്ചകളിലും മറ്റുള്ള ഓരോ മീറ്റിങ്ങുകളിലുമെല്ലാം ഉസ്താദ് തന്നെയാണ് പിന്നെ എല്ലാ ആളുകളെയും കൊണ്ടുപോയി ഇതിനുള്ള മുഹമ്മദ് രാമന്തള്ളിയെയും അല്ലെങ്കിൽ ഉസ്താദിന്റെ കൂടെ പുതുതായിട്ടുള്ള 2 പേരെയും എല്ലാ ചില മീറ്റിങ്ങുകളിലൊക്കെ കൊണ്ടുവരാനുണ്ടായ കാരണം ഉസ്താദ് തന്നെയാണ്. ഇതിനെല്ലാം ഉസ്താദിന്റെ കൂടെ നിന്നു, അല്ലെങ്കിൽ ഉസ്താദിന്റെ വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും പോയി എന്നുള്ള ഒരു കാരണമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഉസ്താദുമായിട്ട് ഇത്രയും ബന്ധമുണ്ടാകുമ്പോൾ ഉസ്താദിന്റെ എല്ലാ നീക്കങ്ങളും അല്ലെങ്കിൽ എല്ലാ ചർച്ചകളിലും എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെ എനിക്കറിയാം, ആദ്യമായിട്ട് SKSSFന്റെ വ്യക്തികളുമായിട്ട് ഉസ്താദ് ഒരു ചർച്ച നടത്തുന്നത് ഒതുക്കുങ്ങലിൽ വെച്ചാണ്. ഇസ്മായിൽ സക്കാഫിയുടെ പ്രഭാഷണമുള്ള ആ ദിവസം ഒതുക്കുങ്ങലിൽ വെച്ച് കബീർ അൻവരിയുമായി നടത്തിയ ചർച്ച ആദ്യമായി SKSSFന്റെ ആളുകളുമായിട്ട് ചർച്ച നടത്തിയതിൽ നിന്നുള്ള ആദ്യത്തെ ഒരു ചർച്ച അതായിരുന്നു. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് നിരന്തരം പല സ്ഥലങ്ങളിലും പോയി ചർച്ച നടത്തുകയും മലപ്പുറം ജില്ലയിലെ തന്നെ പല ഭാഗങ്ങളിലും പോയി, അല്ലെങ്കിൽ മലപ്പുറത്ത് തന്നെ പല സ്ഥലങ്ങളിൽ പോയി ഓരോ നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയും ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ മുൻകൈയെടുക്കുന്നത് അത് ഉസ്താദ് സ്വന്തം തന്നെയായിരുന്നു. അല്ലാതെ വേറെ ആരും ഉസ്താദിനെ നിർബന്ധിപ്പിച്ചോ അല്ലാതെ ഉസ്താദിനെ ഭീഷണിപ്പെടുത്തിയോ ഇതൊന്നും ചർച്ച ചെയ്തതായിരുന്നില്ല. എനിക്കറിയാം, ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉസ്താദ് പല താല്പര്യങ്ങളോടുകൂടിയായിരുന്നു ഈ ചർച്ചയെ അഭിമുഖീകരിച്ചിരുന്നത്. അല്ലാതെ മറ്റുള്ളവര് പറയടാ എന്നും പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞതായിരുന്നില്ല. ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഉസ്താദ് തന്നെ പറഞ്ഞു, പിന്നെ ഇവിടെ കോഴിക്കോട് മുതലക്കുളത്തൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചും
അതിനി മലപ്പുറത്താണോ നല്ലത് എന്നൊക്കെ ചർച്ചയിൽ വന്നപ്പോൾ മുതലക്കുളം പരിപാടി സത്യത്തിൽ ഉസ്താദിനു വേണ്ടി മാത്രം ഒരുക്കിയ പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ വിതരണം ചെയ്യാൻ വേണ്ടി മാത്രം ഉസ്താദ് തന്നെ മുൻകൈയെടുത്ത് ഉസ്താദ് തന്നെ ക്ലിപ്പുകൾ ഉണ്ടാക്കി അതിന് ഉസ്താദ് തന്നെ മാറ്ററുകളെല്ലാം തയ്യാറാക്കി നടത്തിയ ഉസ്താദിന്റെ പരിശ്രമത്തിലൂടെ ഉസ്താദ് സ്വന്തം മുൻകൈയെടുത്ത് വളരെ താല്പര്യപൂർവ്വമായിരുന്നു ഈ കഴിഞ്ഞ നവംബർ 21 വ്യാഴാഴ്ച രാത്രി സുന്നി മഹലിൽ വെച്ചാണ്ട് ഉസ്താദ് ഒരു 1.25 മണിക്കൂർ പ്രഭാഷണം നടത്തിയിരുന്നത്. അല്ലാതെ അതൊരിക്കലും SKSSFന്റെ ആളുകളോ അല്ലെങ്കിൽ സമസ്തയുടെ ആളുകളോ നിർബന്ധിപ്പിച്ച് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ചതോ അല്ലാതെ മറ്റുള്ളവര് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതോ ഒരിക്കലുമായിരുന്നില്ല. അത് ഉസ്താദ് തന്നെ വളരെ താല്പര്യപൂർവ്വം വാഹനങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് അങ്ങനെ ഇവിടേക്ക് എത്തി. എന്നിട്ട് അല്പനേരം വിശ്രമിച്ച് മുകളിൽ പോയി ചർച്ച നടത്തുകയും ഇവയെല്ലാം നടത്തിയത് ഉസ്താദിന്റെ താല്പര്യപൂർവ്വമായിരുന്നു. അല്ലാതെ ഒരിക്കലും ഇതൊരു അവലോകനമായിട്ടോ അല്ലെങ്കിൽ അതിലൊരിക്കലും നമുക്ക് കേൾക്കാൻ കഴിയും. ഒരിക്കലും ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുള്ള പ്രഭാഷണമല്ല ഉസ്താദ് അവിടെ നടത്തിയിട്ടുള്ളത്. ഉസ്താദ് തന്നെ നല്ല സന്തോഷത്തോടെ ചിരിച്ച് അതിലെല്ലാം തെളിവുകളൊക്കെ പറയുമ്പോൾ വളരെ താല്പര്യപൂർവ്വമായിരുന്നു ഉസ്താദ് അതിനെ ഫേസ് ചെയ്തിരുന്നത്. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നവംബർ 23 അന്ന് തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇനി നമ്മളെ നേതാക്കന്മാരെ ഇന്ന് കാണണം, എങ്ങനെ കാണാം എന്നെല്ലാം. അപ്പോ ചിലർ പറഞ്ഞു ഓരോ ഉസ്താദുമാരെ വീട്ടിൽ പോയി കാണാം, പാണക്കാട് തങ്ങൾ അവിടെ പോയി കാണാം, ചെറുശ്ശേരി ഉസ്താദിനെ കൊണ്ടോട്ടി പോയിട്ട് കാണാം. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഒരു ദിവസം നവംബർ 23 ശനിയാഴ്ച ഉച്ചക്കായിരുന്നു ഇതെല്ലാം ഒത്തുചേർന്നത്. അതുമല്ല എല്ലാ ഉസ്താദുമാരും പട്ടിക്കാട് ജാമിയയുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് എല്ലാവരും ഒത്തുചേരുകയുണ്ടായി. അങ്ങനെ ഈ വിവരം ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഉസ്താദും ഞാനും മുഹമ്മദ് രാമന്തളിയും അതേപോലെ മറ്റുള്ള രണ്ടുപേരും പുതുതായി ഉസ്താദിന്റെ കൂടെ ചേർന്ന രണ്ടുപേരും കൂടെ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ എല്ലാ പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ ഒരു മീറ്റിംഗിൽ ഉസ്താദ് പ്രഭാഷണം നടത്തുകയുണ്ടായി. ഒരു ക്ഷമാപണം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. വളരെ താല്പര്യപൂർവ്വമായിരുന്നു അന്ന് ചെറുശ്ശേരി ഉസ്താദും അതേപോലെ ഹൈദരലി തങ്ങളും അതേപോലെ കോട്ടുമല ഉസ്താദും ഇവരെ പോലത്തെ സാത്വികരായ പണ്ഡിതന്മാര് വളരെ താല്പര്യപൂർവ്വമായിരുന്നു ഇതിനെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. ഉസ്താദിന്റെ താല്പര്യപൂർവ്വം ഉസ്താദ് സ്വന്തം തന്നെ നടത്തി. ഉസ്താദ് തെറ്റുകളെല്ലാം എടുത്തു പറഞ്ഞ് ഞാൻ മാപ്പ് പറയുന്നു എന്നുള്ള നിലക്ക് മാപ്പ് പറഞ്ഞ് വളരെ താല്പര്യപൂർവ്വമായിരുന്നു അന്ന് ഉസ്താദ് അവിടേക്ക് ചെന്നത്. അങ്ങനെ വളരെ സ്വാഗതാർഹമായി ഉസ്താദിനെ നല്ല നിലക്ക് തന്നെ ഉസ്താദുമാർ സ്വീകരിക്കുകയും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു നല്ല ജീവിതം ഞാനൊരു SKSSFന്റെ അല്ലെങ്കിൽ സമസ്തയുടെ ഒരു പ്രവർത്തകനായി ഞാൻ നിലകൊള്ളുമെന്നുമെല്ലാം ഉസ്താദ് അവിടെ വെച്ച് പറയുകയുണ്ടായി. നമുക്ക് വീഡിയോയിലൊക്കെ നമുക്കത് കാണാം. അങ്ങനെ അവിടുന്ന് ഉസ്താദുമാരുടെ എല്ലാ ആശീർവാദങ്ങളുമായി പുറത്തിറങ്ങിയതായിരുന്നു ഉസ്താദ്. അങ്ങനെ ഇപ്പോ ചിലരുടെ വാദമുണ്ട് അത് വ്യാജമാണെന്നും അല്ലെങ്കിൽ ഈ CD മറ്റുള്ളവർ നിർബന്ധിപ്പിച്ച് പറഞ്ഞതാണെന്നുമെല്ലാം ഉള്ള പ്രചരണങ്ങൾ. അത് ഒരിക്കലും വസ്തുതാപരമല്ല. ഇത് ഒരിക്കലും അത് നമ്മൾ അംഗീകരിക്കാൻ ഉതകുന്ന ഒരു സംഭവമല്ല. കാരണം ഇതെല്ലാം ഉസ്താദിന്റെ സ്വമേധയാലുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ നിന്നു. ഏകദേശം ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ ഇതിനെല്ലാം അത് പത്രങ്ങളിൽ ഔട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു സ്ഥലത്ത് മാറി താമസിക്കുകയുണ്ടായി. അപ്പോ മാറി താമസിക്കുന്ന ആ സമയത്ത് അവിടെ ഉസ്താദിന്റെ കൂടെ ഏകദേശം 5-6 വർഷമായി ഞാൻ ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നു. പെട്ടെന്ന് ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് 2 ആളുകൾ ഉസ്താദിന്റെ കൂടെ വരികയും അപ്പോ ഉസ്താദുമായിട്ട് അവര് ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഉസ്താദും അവരുമായിട്ടുള്ള ബന്ധം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഏകദേശം 4-5 വർഷത്തോളമായി മുഹമ്മദ് രാമന്തലിയും ഉസ്താദുമായിട്ടുള്ള ബന്ധം, 5-6 വർഷമായി ഞാൻ ഉസ്താദുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധങ്ങളെല്ലാം ഉസ്താദിന് ഇപ്പോൾ അന്യമാണെന്ന്